എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പരീക്ഷയുടെ തിരക്കായിരുന്നു കുറച്ച് ദിവസം. പരീക്ഷയൊക്കെ കഴിഞ്ഞ് അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളൊരു ട്രിപ്പ് പോവാണ്. എവിടേക്കാണ് പോകുന്നതെന്നല്ലേ? ഹിൽ പാലസിലേക്ക്. മണിച്ചിത്രത്താഴ് മൂവി ഷൂട്ട് ചെയ്ത ഹിൽ പാലസിലേക്ക്. പുലർച്ചയ്ക്കാണ് കേട്ടോ എഴുന്നേറ്റത്. നല്ല തണുപ്പുണ്ടായിരുന്നു. ആ നാഗവല്ലി എന്ന് പറഞ്ഞ പേര് കേൾക്കുമ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു പേടിയുണ്ട്. പക്ഷേ വലിയ ആഗ്രഹമാണ് ആ കൊട്ടാരം കാണാൻ. നമ്മൾ ട്രെയിനിനാണ് കേട്ടോ പോകുന്നത്. അപ്പം നമുക്ക് പോയാലോ? അപ്പം ഞങ്ങൾ ട്രെയിൻ ഇറങ്ങി നേരെ കൊട്ടാരത്തിലേക്ക് പോയിട്ടോ. അവിടെ വെച്ച് എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന, എൻ്റെ എല്ലാ വീഡിയോസും കാണുന്ന, എന്നെ ഒത്തിരി ഇഷ്ടമുള്ള ഒരു ആൻറ്റിയെയും ആൻറ്റിയുടെ അമ്മയും ഞങ്ങൾ അവിടെ വെച്ച് കണ്ടു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ ഫോട്ടോ എടുത്തു. അവിടെ എനിക്ക് ഗിഫ്റ്റൊക്കെ തന്നു കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടുമാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. അപ്പം നമുക്ക് കൊട്ടാരത്തിൻ്റെ പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടാലോ? പിന്നെ ഞങ്ങൾ ഒന്നിച്ചാണ് കാഴ്ചകളൊക്കെ കാണാനായിട്ട് പോയത്. കൊട്ടാരത്തിൻ്റെ പുറത്ത് തന്നെ കുളവും ചെടികളും പൂക്കളും മനോഹരമായ മരങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. ദിലീപേട്ടൻ ഒരു സിനിമയിൽ പറയുന്ന പോലെ ഒരു ഓട്ടോ വിളിച്ച് പോകാനുള്ള ദൂരമുണ്ട് കൊട്ടാരത്തിലേക്ക്. ആൻറ്റി ഞങ്ങൾക്ക് കുളത്തിനെ പറ്റി പറഞ്ഞു തരികയാണ് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് ലാലേട്ടൻ ചാടി കുളിക്കുന്ന കുളമാണിത് എന്നാണ്. പക്ഷേ ആ കുളം കൊട്ടാരത്തിൻ്റെ അകത്താണുള്ളത്. ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് സിനിമയെ പറ്റിയൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് നടന്നു. എൻ്റെ മനസ്സിലാണെങ്കിൽ നാഗവല്ലിയെ പറ്റിയുള്ള ചിന്തകൾ മാത്രമായിരുന്നു. അച്ഛൻ ടിക്കറ്റ് എടുക്കാൻ പോയതായിരുന്നു. കുറച്ചു നേരം ഞങ്ങൾ അവിടെ നിന്നു. അപ്പം നമുക്ക് അകത്തേക്ക് പോയാലോ? അയ്യോ, അച്ഛൻ എന്നിട്ടും എത്തിയില്ല കേട്ടോ. ഞങ്ങൾ കുറച്ചു നേരം കൂടി അച്ഛൻ അവിടെ വെയിറ്റ് ചെയ്തു. കുറേ പടികൾ കയറി വേണം കേട്ടോ കൊട്ടാരത്തിലേക്ക് ചെല്ലാൻ. വെക്കേഷൻ്റെ സമയമായത് കൊണ്ട് ഒത്തിരി തിരക്കായിരുന്നു കേട്ടോ. അവിടെ കുറേ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തിരക്കില്ലാത്തൊരു സൈഡിൽ കൂടി കയറി. ഭയങ്കര വെയിലായിരുന്നു. ക്യാപ്പൊക്കെ വെച്ച് ഞാൻ അങ്ങനെ നടക്കുന്നുണ്ട്. ഇപ്പത്തും എന്ന് വിചാരിച്ച് ഞാൻ സ്റ്റെപ്പൊക്കെ ചാട്ടി കയറി പോകുന്നുണ്ട്. പക്ഷെ എത്തുന്നില്ല. ഹാവ്, ഇപ്പോഴാണ് പാലസ് ഒന്ന് അടുത്ത് കാണാൻ പറ്റിയത്. പാലസ് കണ്ടപ്പോൾ എനിക്കതിൻ്റെ ഉള്ളിൽ എത്രയും പെട്ടെന്ന് എത്തിയാൽ മതിയെന്നായി. പിന്നെ ഞാൻ ആരെയും കാത്തു നിന്നില്ല, ഓടി. കയറി ചെല്ലുമ്പോൾ അവിടെ അച്ഛൻ നിൽക്കുന്നു. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് കയറി ചെന്നപ്പോൾ തന്നെ അപ്പുറം ഇപ്പുറം ഉള്ള പ്രതിമ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ ഇന്നസെൻ്റ് അങ്കിള് താക്കോൽ എടുക്കാൻ മറന്നുപോയിട്ട് പേടിച്ച് തിരിച്ചു വന്ന സീനാണ്. അത് ഓർത്തപ്പോൾ തന്നെ എനിക്ക് ചിരി വന്നു. പിന്നെ ഞങ്ങൾ ചെരുപ്പ് അയച്ചു വെക്കാൻ വേണ്ടി നേരെ ക്ലോക്ക് റൂമിലേക്ക് പോയി. നടക്കുന്ന സൈഡിലായിട്ട് എന്തോരം മനോഹരമായ പൂക്കളാണ് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. ചെരുപ്പൊക്കെ അയച്ചു വെച്ച് ഞങ്ങൾ ഇറങ്ങി. ചെരുപ്പ് മാറിപ്പോകണ്ടെന്ന് വെച്ച് ഞങ്ങളെല്ലാവരും ഒറ്റ കളിയിൽ തന്നെ ഞങ്ങളുടെ ചെരുപ്പ് വെച്ചു. എൻ്റെ അമ്മോ, വെയിലിൻ്റെ ചൂട് ഇപ്പോഴാണ് അറിയുന്നത്. കാല് നെലുത്ത് വെക്കാൻ വയ്യ, ചുട്ടുപൊള്ളുന്നു. പൈപ്പിൻ്റെ ഉള്ളിൽ കൂടി നേരിയ വെള്ളം വരുന്നുണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും കാലൊക്കെ നനച്ച് പതുക്കനെ മുമ്പോട്ട് പോയി. ഹാവു, ഇപ്പം ചൂടിന് കുറച്ച് കുറവുണ്ട്. അകത്ത് കയറി വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചാണ് പോയത്. പക്ഷേ ഞാൻ ആകെ നിരാശനായിപ്പോയി. അകത്ത് ക്യാമറ അലൗഡ് അല്ല. എന്നാലും നമ്മൾ പറ്റുന്നത്ര ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അകത്തൂടെ നടക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ സിനിമയുടെ ഓരോ ഭാഗങ്ങളും മിന്നി മാറിപ്പോയി. ചുറ്റിക്കാണാൻ ഒരുപാടുണ്ട് കേട്ടോ. ദേ അവിടെ മുറ്റത്ത് സൈഡിലായിട്ടൊരു കുഞ്ഞി താമരക്കുള്ളുണ്ട് കേട്ടോ. അത് തിരിച്ചു വരുമ്പോൾ കാണിക്കാം. ഇനി നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോയി നോക്കിയാലോ? വരൂ. നടന്ന് ഞാൻ മടുത്തുപോയി. അച്ഛനോട് കുറച്ച് വെള്ളം വാങ്ങി കുടിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം സമാധാനായി. ഇനിയും നമുക്ക് കുറേ മുമ്പോട്ട് പോവാനുണ്ട്. ലെറ്റ്സ് ഗോ. അകത്തൊക്കെ കുറേ കാഴ്ചകളുണ്ട് കേട്ടോ. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ചെരുപ്പിട്ടിട്ട് ഇനി നടക്കാൻ പറ്റും. ചൂട് ഇതുവരെ മാറിയിട്ടില്ല. അപ്പം നമുക്ക് ചെരുപ്പ് എടുത്തിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. നമ്മൾ വേഗം വന്ന് കണ്ടിട്ട് പോവാന്നാണ് വിചാരിച്ചത്. പക്ഷേ വന്നപ്പോൾ ഇവിടെ കുറേ കാണാനുണ്ട്. കൂടുതലും കേരളത്തിൻ്റെ പുറത്തുള്ള ആളുകളെയാണ് ഞങ്ങൾ കണ്ടത്. സ്കൂൾ കുട്ടികളും ഉണ്ടായിരുന്നു വിസിറ്റേഴ്സായിട്ട്. കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ ഇവിടെ വന്ന് കാണണം കേട്ടോ. അത്രയ്ക്കും ഭംഗിയാണ്. ഞങ്ങൾക്ക് അപ്പൂപ്പനെ കാണാൻ പോവാനുള്ളത് കൊണ്ട് തന്നെ സമയം വളരെ കുറവായിരുന്നു. ദേ ഉള്ളിൽ ഒരാൾ കിടക്കുന്നുണ്ടേ. പട്ടിക്കുട്ടിയോട് ടാറ്റയൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത്.
ഇനി നമ്മൾ പോകുന്നത് ലാലേട്ടനൊക്കെ ചാടിക്കുളിക്കുന്ന കുളമില്ലേ സിനിമയിൽ കണ്ട ആ കുളത്തിലേക്കാണ്. എനിക്കാണെങ്കിൽ അത് കാണാൻ ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ യോ യോ ഒക്കെ പറഞ്ഞ് ചാടി തുള്ളി പോകുന്നുണ്ട്. അമ്മയാണ് കേട്ടോ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് അമ്മയെ കാണാത്തത്. ഞാൻ അമ്മയോട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് അടുത്തേക്ക് വരൂ. ദേ ആ കെട്ടിടത്തിൻ്റെ ഉള്ളിലായിട്ടാണ് കുളം വരുന്നത്. ക്യാമറ അടുത്തേക്ക് കൊണ്ടുവരുമോ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ മുമ്പിൽ ഓടിപ്പോകുന്നത് കൊണ്ട് അമ്മ പാവം ക്യാമറയും കൊണ്ട് എൻ്റെ അടുത്തേക്ക് ഓടി വരിക. ഉള്ളിലേക്ക് അങ്ങനെ ഇറങ്ങി കുറേ ദൂരം മുമ്പോട്ട് പോവാനുണ്ട് കേട്ടോ. അയ്യോ, ഇത് കുറേ ഉണ്ടല്ലോ, ഇത്രയും ഞാൻ വിചാരിച്ചില്ല. ഒരു ക്രിക്കറ്റ് കളിക്കാനുള്ള സ്പേസ് ഉണ്ട്. ആമിച്ചേച്ചിക്ക് നാഗവല്ലി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര പേടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആമിച്ചേച്ചി പതുങ്ങിയാണ് വരുന്നത്. എനിക്കുള്ളിൽ പേടിയുണ്ടെങ്കിലും പുറത്ത് കാണിച്ചാൽ നാണക്കേടല്ലേ, അതുകൊണ്ട് ഞാൻ ഓടിച്ചാടിയാണ് പോകുന്നത്. പേടി പുറത്ത് കാണിക്കാൻ പാടില്ലല്ലോ, ഞാനൊരാൺകുട്ടിയല്ലേ. ആ ചുമരുകളിലൊക്കെ കുറേ പേരുടെ പേരും നമ്പറും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് പേടിപ്പിക്കാനുള്ള ഓട്ടാണ് കേട്ടോ. ഓടിപ്പോയി ഞാൻ അവിടെ ഒളിച്ചിരുന്നു. അവിടെ അടുത്തെത്തുമ്പോൾ ഒന്ന് ഞെട്ടിക്കാലോ എന്ന് വിചാരിച്ചു. ദേ വരുന്നുണ്ടേ, എത്താറായി, അടുത്തെത്തി, കണ്ടേ. ആരും പേടിച്ചില്ല ഗൈസ്, ഞാനാകെ ചിരിച്ചുപോയി. കളിയൂനാൾ എന്ന് പറഞ്ഞ മൂവിയിലും ശാലിനി ചേച്ചി വന്ന് പ്രാർത്ഥിക്കുന്ന സീനും ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത്. കുളം അവിടെ ലോക്ക് ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് ക്യാമറയിൽ കാണിക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ വീണ്ടും തിരിച്ചു കയറി. പുറത്തോട്ട് വന്നപ്പോൾ അവിടെ മാനിനെ വളർത്തുന്ന സ്ഥലത്തെത്തി. ഒരുപാട് മാനും കുട്ടികളുമുണ്ട്. പിന്നെ എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു മാനിനെ തൊടണമെന്ന്. ഞാൻ കൈകാട്ടി എന്ന് പറഞ്ഞ് കുറേ വിളിച്ചു. അപ്പം മാൻ ഓടി വന്നു. പിന്നെ ഞാൻ മാനിന് കഴിക്കാൻ വേണ്ടി കുറേ ഇലകൾ വായിൽ വെച്ച് കൊടുത്തു. ചിലതവർ മണത്തു നോക്കി, പക്ഷേ കഴിച്ചില്ല. ബാക്കിയെല്ലാം കഴിച്ചു. ഞാൻ മാനിന് ഇല കൊടുക്കുന്നത് കണ്ട് ആമിച്ചേച്ചിക്കും ഒരു ആഗ്രഹം, മാനിന് ഇല കൊടുക്കണമെന്ന്. അങ്ങനെ ആമിച്ചേച്ചിയും വെച്ച് കൊടുത്തു. കുറേ നേരം ഞാൻ അവിടെ നിന്ന് മാനിനെ കളിപ്പിച്ചു. അപ്പം ഞാൻ അമ്മമ്മയെടുത്ത് ചോദിച്ചു ബിസ്ക്കറ്റ് ഉണ്ടോ മാനിന് കൊടുക്കാമെന്ന്. അമ്മമ്മ പറഞ്ഞു മാൻ അതൊന്നും കഴിക്കില്ല എന്ന്. ഞാൻ വെറുതെ വാശി പിടിച്ചു ബിസ്ക്കറ്റ് കൊടുക്കാൻ. കിട്ടില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ വീണ്ടും ഇല തന്നെ പെറുക്കാൻ തുടങ്ങി. കൊമ്പുള്ളതും കൊമ്പില്ലാത്തതും കുഞ്ഞു മാൻകുട്ടികളും അവിടെയുണ്ട്. മാനിൻ്റെ നാവിതെൻ്റെ കയ്യിൽ തട്ടി. അപ്പം ഞാൻ കൈ വേഗം വലിച്ചു. പെട്ടെന്ന് ഇണങ്ങുന്നുണ്ട് കേട്ടോ അത്. ഞങ്ങളുടെ അടുത്ത് കുറച്ച് നിന്നപ്പോഴത്തേക്കും അത് വേഗം ഇണങ്ങി. ദേ അവിടെ ഒരു അമ്മമാനും കുട്ടിമാനും. അയ്യോ, കുട്ടിമാനത്തെ അമ്മയുടെ പാല് കുടിക്കുകയായിരുന്നു. അത് അമ്മയെ വിടാതെ പുറകെ തന്നെയുണ്ട്. അപ്പൊ ഇതാണ് മാൻകുട്ടികളുടെ താമസ സ്ഥലം. അപ്പതേ ഞാൻ ഇല കൊടുത്തോണ്ടിരിക്കുമ്പോ തന്നെ അടുത്ത ആളും വന്നു. അവരും ഞാൻ കൊടുത്തു. രണ്ടാളും നല്ല അനുസരണയോടെ കഴിച്ചു. എനിക്കാണെങ്കിൽ അവിടെ നിന്ന് പോവാനേ തോന്നിയില്ല. മാനിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കാൻ തോന്നി. ഇനിയും വൈകിയാൽ അപ്പൂപ്പൻ്റെ വീട്ടിൽ പോകാൻ സമയം പോകും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് വേഗം ഇറങ്ങി. ദേ കടലാസ് പൂ, അതൊന്ന് ചാടി പറിച്ചാലോ എന്ന് വിചാരിച്ചു. പക്ഷേ കിട്ടിയില്ല കേട്ടോ. ഇവിടെ ഒരു കുഞ്ഞു താമരക്കുളമുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്കതൊന്ന് കണ്ടിട്ട് വന്നാലോ? ദേ നോക്കൂ, താമരയുടെ മൊട്ടുണ്ട് കേട്ടോ, പക്ഷേ വിരിഞ്ഞ പൂവുകളൊന്നുമില്ല. ഞാനതിൻ്റെ അടുത്ത് നിന്ന് കുറേ നേരം കളിച്ചു. ഞാനൊരു സ്റ്റാച്ചു കണ്ടപ്പോൾ ഓടിപ്പോയിട്ടോ. എന്താണെന്നറിയണ്ടേ? ദേ വലിയൊരു ഡിനോസർ. അതിനെ പോയി ഒന്ന് തൊട്ടു നോക്കിയാലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ എനിക്ക് പേടിയുണ്ടായിരുന്നു. എന്നാലൊന്ന് തൊട്ടിട്ടെന്നെ ബാക്കി കാര്യം. അങ്ങനെ ധൈര്യമൊക്കെ സംഭരിച്ച് ഞാൻ പോയി. തൊട്ടേ, പേടിക്കണ്ട, ഓടിക്കോ. അങ്ങനെ അവിടെ നിന്ന് വേഗം എസ്കേപ്പായി. നടന്നു മടുത്തപ്പോൾ കുറച്ചു നേരം അവിടെ ഇരുന്നു. പിന്നെ വീണ്ടും മുമ്പോട്ട് പോയി. അപ്പം ഈ പാലസ് വരുന്നത് എറണാകുളം തൃപ്പൂണിത്തുറയാണ് കേട്ടോ. പാലസിന് ടാറ്റ കൊടുത്ത് ഞങ്ങൾ ഇറങ്ങി. കുറേ ചുറ്റി മടുത്തു.
അതുകൊണ്ടൊരു ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ച് അവിടെയുള്ള ഒരു ഷോപ്പിൽ കയറി. നമ്മുടെ സപ്പോർട്ടേഴ്സിൻ്റെ സ്നേഹവും പിന്തുണയും ഉണ്ടല്ലോ, അതാണ് നമ്മുടെ വീഡിയോയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം. നമ്മളെ വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അതാണ്. അപ്പോൾ അത് ജ്യൂസ് വന്നു കേട്ടോ ഗൈസ്. അടിപൊളി ജ്യൂസായിരുന്നു കേട്ടോ ഗൈസ്. നമ്മൾ ഓർഡർ ചെയ്തത് പൈനാപ്പിൾ ജ്യൂസാണ്. എനിക്ക് പൈനാപ്പിൾ ഒത്തിരി ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ച് ഇറങ്ങാൻ തുടങ്ങി. ആൻറ്റിക്കൊക്കെ പിറവെന്ന് പറഞ്ഞ സ്ഥലത്തെത്തണം കേട്ടോ. അവിടെ നിന്നാണ് അവരെന്നെ കാണാൻ വന്നത്. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചു. എന്നെ നേരിട്ട് കണ്ടത് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് ആൻറ്റി പറയുന്നുണ്ടായിരുന്നു. പിന്നെ അവർ രണ്ടുപേരും എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്നു. ഇനി എപ്പോഴെങ്കിലുമൊക്കെ കാണാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഷേക്കിൻ്റെ ഒക്കെ കൊടുത്ത് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. അപ്പം എല്ലാവർക്കും ബൈ ബൈ ഉമ്മ.